റൊമാരിയോ എന്ന ബ്രസീലിയൻ ഇതിഹാസത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കിയ ഒരു മൊമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യം സംഭവിച്ചത് 1994 ഫിഫ വേൾഡ് കപ്പിലായിരുന്നു. സോ അന്നത്തെ ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ അറ്റാക്കിംഗ് ലൈനിൽ കളിക്കുന്ന ടോപ്പ് പ്ലെയേഴ്സ് ആയിരുന്നു റൊമാരിയോയും അതേപോലെ തന്നെ ബെബറ്റോയും. സോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ നല്ല ടേംസിലും കാര്യത്തിലൊന്നും അല്ലായിരുന്നു. കാരണം റൊമാരിയോ ബെബറ്റോനെ ഒരു ക്രൈ ബേബി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, അതേപോലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ റൊമാരിയോനെ തന്നെ ഒരു സ്ട്രീറ്റ് ക്യാറ്റുമായിട്ടായിരുന്നു കണ്ടിരുന്നത്. സോ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യമൊന്നും വലിയ ടേംസിലല്ലായിരുന്നു. പക്ഷേ അന്ന് നടന്ന ഒരു ക്വാർട്ടർ ഫൈനൽ, അതായത് നെതർലാൻഡ്സായിട്ട് ബ്രസീൽ കളിച്ച ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ബെബറ്റോ 63ാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ ഗോൾ നേടി. സോ ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ ഒരു റോക്കിംഗ് ദ ബേബി എന്ന ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ ഇട്ടായിരുന്നു. സോ ആ ഒരു സെലിബ്രേഷൻ ചെയ്തപ്പോഴത്തേക്കും ബെബറ്റോയുടെ കൂടെ ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ വന്ന് ആ ഒരു സെലിബ്രേഷനിൽ ജോയിൻ ചെയ്യുകയും അതേപോലെ ബ്രസീലിൻ്റെ മറ്റൊരു കളിക്കാരനായ മസീനോയും വന്ന് ആ ഒരു സെലിബ്രേഷനിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ ആ ഒരു സെലിബ്രേഷൻ ഫുട്ബോൾ ലോകത്ത് വൈറലായ ഒരു സംഭവമാണ്. സോ ഈ ഒരു സെലിബ്രേഷൻ ബെബറ്റോ നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാച്ചിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു ബെബറ്റോയ്ക്ക് ഒരു കൊച്ച് ജനിക്കുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു പുള്ളി അത് ചെയ്തത്. സോ ഈ ഒരു സെലിബ്രേഷൻ കാരണം അതായത് ബെബറ്റോയും റൊമാരിയോയും തമ്മിലുള്ള പിന്നീട് അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം പക്കാ സ്മൂത്തായിട്ട് പോയി. സോ അതിന് ശേഷമുള്ള മാച്ചിൽ ബ്രസീൽ സെമി ഫൈനലിൽ ജയിക്കുകയും ഫൈനലിൽ ഇറ്റലിനെ തോൽപ്പിച്ച് ബ്രസീൽ 4ാമത്തെ വേൾഡ് കപ്പ് നേടി. സോ ഈ ഒരു മൊമെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് പോയിരുന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.